നമസ്തേ. എല്ലാ കുഞ്ഞുങ്ങളെയും മലയാളം ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് ഇന്നത്തെ മലയാളം ക്ലാസ് തുടങ്ങിയാലോ? കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പരിചയപ്പെടുത്തിയ 2 കൃഷിക്കാരെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആരൊക്കെയാണവർ? രംഗനും കുങ്കിയും. ചന്ദനക്കാട്ടിലൂടെ വരികയായിരുന്ന രംഗന്റെ മുമ്പിലേക്ക് ആരാണ് ചാടി വീണത്? ആരാണ്? അതെ, സുബ്ബുക്കരടി. സുബ്ബുക്കരടിയോട് രംഗൻ എന്താണ് ആവശ്യപ്പെട്ടത്? അയ്യോ, എന്നെ ഉപദ്രവിക്കരുതേ. എന്നെ ഉപദ്രവിക്കാതിരുന്നാൽ വിളവെടുക്കുമ്പോൾ പാതി മധുരക്കിഴങ്ങ് നിനക്കും തരാം. വിളവെടുപ്പ് കഴിഞ്ഞു. സുബ്ബു ആവശ്യപ്പെട്ടത് പ്രകാരം മധുരക്കിഴങ്ങിൻ്റെ മുകൾ ഭാഗം രംഗൻ സുബ്ബുവിന് കൊടുത്തു. അതിനുശേഷം മധുരക്കിഴങ്ങുമായി രംഗൻ ചന്തയിലേക്ക് പുറപ്പെട്ടു. ഇന്ന് നമുക്ക് രംഗൻ ചന്തയിലെത്തിയപ്പോഴുള്ള വിശേഷങ്ങൾ അറിയാം. ഇനി എല്ലാവരും ഈ ചിത്രത്തിൽ ഒന്ന് നോക്കിക്കേ. ഒരു ചന്തയുടെ ചിത്രമാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ എന്തൊക്കെയാ കാണാൻ കഴിയുന്നത്? ആളുകൾ സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും നിൽക്കുന്നു. ഒരു ലോറിയിൽ നിന്നും വാഴക്കുലകൾ ഇറക്കുന്നു. പിന്നെയോ പലതരം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വിൽക്കാനായി കൂട്ടിയിട്ടിരിക്കുന്നു. എന്തൊരു തിരക്കാണ് ചന്തയിൽ! ഇനി ടീച്ചർ വായിക്കുമ്പോൾ എല്ലാവരും ടീച്ചറിനോടൊപ്പം വായിക്കണം. ഇന്നും ചൊവ്വാഴ്ച. എന്തൊരു തിരക്കാണ് ചന്തയിൽ! ലോറിയിൽ നിന്ന് വാഴക്കുലകൾ ഇറക്കുന്നു. ഒരു ഭാഗത്ത് ചേന മല പോലെ കൂട്ടിയിട്ടിട്ടുണ്ട്. ചാക്കുകളിൽ ഉള്ളിയും ഉരുളക്കിഴങ്ങും, കൂടാതെ മത്തൻ, കുമ്പളങ്ങ, തക്കാളി, വെള്ളരിക്ക, ചീര തുടങ്ങി എന്തെല്ലാം പച്ചക്കറികൾ! വാങ്ങാനും വിൽക്കാനും എത്രയെത്ര ആളുകൾ! തിരക്കോട് തിരക്ക്. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ രംഗൻ ചന്തയിലെത്തി. ചന്തയിലെത്തിയപ്പോൾ രംഗൻ എന്തൊക്കെയാ കണ്ടതവിടെ? ഒരു ഭാഗത്ത് ചേന മല പോലെ കൂട്ടിയിട്ടിരിക്കുന്നു. ചാക്കുകളിലോ ഉള്ളി, ഉരുളക്കിഴങ്ങ്, മത്തൻ, കുമ്പളങ്ങ, തക്കാളി, വെള്ളരിക്ക, ചീര തുടങ്ങിയ പച്ചക്കറികൾ. സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ആളുകളുടെ തിരക്ക്. കുഞ്ഞുങ്ങളെ, ഇനി നമുക്ക് ഒരു പ്രവർത്തനം എഴുതാം. പറയാം, എഴുതാം. എല്ലാവരും ഇതിൻ്റെ ഉത്തരം വൃത്തിയായി എഴുതണം. നിങ്ങൾ ചന്തയിൽ പോയിട്ടുണ്ടോ? അവിടെ എന്തുകൊണ്ടാണ് ഇത്ര തിരക്ക്? എല്ലാവരും ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമൊന്ന് പറഞ്ഞേ. എന്താണ്? അതെ, പോയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് എഴുതാം. അവിടെ എന്തുകൊണ്ടാണ് ഇത്ര തിരക്ക്? നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ധാരാളം ആളുകൾ വരുന്നത് കൊണ്ട്. ശരിയല്ലേ? അബ്ബാസിൻ്റെ കടയിൽ മധുരക്കിഴങ്ങ് വിറ്റു. രംഗന് നല്ല വില കിട്ടി. വാഴക്കന്നുകളും വാങ്ങി അവൻ ചന്തയിൽ നിന്നും മടങ്ങി. കൂട്ടുകാരെ, നമ്മുടെ രംഗൻ ചന്തയിലെ അബ്ബാസിൻ്റെ കടയിൽ മധുരക്കിഴങ്ങ് വിറ്റു. രംഗന് നല്ല വില കിട്ടി. രംഗൻ വാഴക്കന്നുകളും വാങ്ങി ചന്തയിൽ നിന്നും മടങ്ങി. രംഗൻ വരുന്നത് സുബ്ബു ദൂരെ നിന്നു കണ്ടു. അവിടെ നിൽക്കടാ, നിന്നെ ഇന്നൊരു പാഠം പഠിപ്പിക്കും. സുബ്ബുവിൻ്റെ അലർച്ച കേട്ട് രംഗൻ ജീവനും കൊണ്ട് ഓടി. കൂട്ടുകാരെ, നമ്മുടെ രംഗൻ ചന്തയിൽ നിന്ന് വരുന്നത് ദൂരെ നിന്ന് നമ്മുടെ സുബ്ബുക്കരടി കണ്ടു. സുബ്ബുക്കരടി അവിടെ നിൽക്കടാ എന്ന് പറഞ്ഞ് രംഗൻ്റെ നേരെ അലറിക്കൊണ്ട് ചെന്നു. രംഗനോ, പാവം രംഗൻ ജീവനും കൊണ്ടോടി. പേടിച്ചോടുന്നതിനിടയിൽ നമ്മുടെ രംഗൻ്റെ കുട്ടയിൽ നിന്നും വാഴക്കന്നുകൾ താഴെ വീണു. സുബ്ബു ആ വാഴക്കന്നുകൾ എടുത്തു. വാഴക്കന്നുകൾ കയ്യിലെടുത്ത് സുബ്ബുക്കരടി എന്താണ് ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. രംഗൻ ഇതുകൊണ്ട് എന്താണാവോ ചെയ്യുന്നത്? പോയി നോക്കാം, സുബ്ബുക്കരടി വിചാരിച്ചു. എന്നിട്ട് സുബ്ബുക്കരടി എന്തു ചെയ്തു? രംഗൻ വാഴ നടുന്നത് സുബ്ബു ഒളിച്ചു നിന്നു കണ്ടു മനസ്സിലാക്കി. രംഗൻ എങ്ങനെയാണ് വാഴ നടുന്നത്? നമുക്കൊന്ന് നോക്കിയാലോ.
രംഗൻ്റെ വാഴക്കൃഷി. വെണ്ണീരിട്ടു, കന്ന് നട്ടു, മണ്ണിട്ടു, വെള്ളമൊഴിച്ചു, വളമിട്ടു. കുഞ്ഞുങ്ങളെ, നമ്മുടെ സുബ്ബുക്കരടി രംഗൻ എങ്ങനെയാണ് വാഴ നടുന്നതെന്ന് ഒളിച്ചു നിന്ന് നോക്കി മനസ്സിലാക്കി. എങ്ങനെയാ രംഗൻ വാഴ നട്ടത്? ആദ്യം വെണ്ണീരിട്ടു, അതായത് മണ്ണിളക്കി ചാരവും കരിയിലയും വിതറി. പിന്നീട് വാഴക്കന്ന് നട്ടു. എന്നിട്ടോ മണ്ണിട്ടു, വെള്ളമൊഴിച്ചു. പിന്നീടോ വളവും ഇട്ടു. അതുപോലെ സുബ്ബുവും മണ്ണിളക്കി വെണ്ണീരിട്ട് വാഴ നട്ടു. രംഗൻ്റെ വാഴ കുലച്ചു, സുബ്ബുവിൻ്റെ വാഴയും കുലച്ചു. വാഴക്കുല മൂത്തു പഴുത്തു. പഴക്കുലയുമായി അവൻ രംഗൻ്റെ അടുത്തെത്തി. കുഞ്ഞുങ്ങളെ, രംഗൻ വാഴ നടുന്നത് ഒളിച്ചു നിന്ന് നമ്മുടെ സുബ്ബു മനസ്സിലാക്കി. എന്നിട്ടോ രംഗൻ വാഴ നടുന്നത് പോലെ സുബ്ബുവും മണ്ണിളക്കി വെണ്ണീരിട്ട് വാഴ നട്ടു. രംഗൻ്റെ വാഴ കുലച്ചതുപോലെ സുബ്ബുവിൻ്റെ വാഴയും കുലച്ചു. വാഴക്കുല മൂത്തു പഴുത്തപ്പോൾ പഴക്കുലയുമായി രംഗൻ്റെ അടുത്ത് സുബ്ബു എത്തി. രംഗനും സുബ്ബുവും തമ്മിൽ എന്തൊക്കെ പറഞ്ഞിരിക്കും? നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? പറയാം. രംഗനും സുബ്ബുവും തമ്മിൽ എന്തൊക്കെ പറഞ്ഞിരിക്കും? സുബ്ബു രംഗനോട് പറഞ്ഞു, രംഗ, നീ എന്നെ കണ്ട് പേടിച്ചോടിയപ്പോൾ നിന്റെ തലയിലിരുന്ന കുട്ടയിൽ നിന്നും വാഴക്കന്നുകൾ താഴെ വീണു. ഞാൻ ആ വാഴക്കന്നുകൾ എടുത്തിട്ട് നീ എങ്ങനെയാണ് വാഴക്കൃഷി ചെയ്യുന്നതെന്ന് ഒളിഞ്ഞു നിന്ന് നോക്കി മനസ്സിലാക്കി. ഞാനും നീ നടുന്നത് പോലെ വാഴ നട്ടു. ദേ നോക്കിക്കേ, എൻ്റെ വാഴയും കുലച്ചു. ഈ പഴുത്ത പഴക്കുല നീ എടുത്തോ. ഇത് കേട്ട് നമ്മുടെ രംഗന് വളരെയധികം സന്തോഷമായി. രംഗൻ സുബ്ബുവിനോട് പറഞ്ഞു, എനിക്ക് വേണ്ട, നിനക്ക് പഴം വളരെയധികം ഇഷ്ടമല്ലേ, അതുകൊണ്ട് നീ തന്നെ ഈ പഴക്കുല എടുത്തോ. അങ്ങനെ നമ്മുടെ രംഗനും സുബ്ബുക്കരടിയും തമ്മിൽ ചങ്ങാതിമാരായി. കൂട്ടുകാരെ, ഇനി നമുക്കൊരു പാട്ട് പാടിയാലോ? പാടി രസിക്കാം. അണ്ണാറക്കണ്ണാ 90 വാല, ചെങ്കതളിപ്പഴം തിന്നാൻ വായോ. മന്ദാരക്കാട്ടിലെ തത്തമ്മ കാണാതെ, രാവിൽ പറന്നെത്തും വവ്വാലു കാണാതെ, ആരാരും കാണാതെ ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ചു ഞാൻ ചെങ്കതളി. ഒന്നിങ്ങോ വന്നിടൂ അണ്ണാറക്കണ്ണ, ചെങ്കതളിപ്പഴം തന്നിടാൻ ഞാൻ. കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും അണ്ണാറക്കണ്ണൻ്റെ പാട്ട് ഇഷ്ടമായോ? അണ്ണാറക്കണ്ണനെ എന്തിനാണ് വിളിക്കുന്നത്? ചെങ്കതളിപ്പഴം തിന്നാൻ. ചെങ്കതളിപ്പഴം എന്നാൽ ചുവന്ന കദളിപ്പഴം. ആരൊക്കെ കാണാതെ വരാനാണ് അണ്ണാറക്കണ്ണനോട് പറഞ്ഞത്? മന്ദാരക്കാട്ടിലെ തത്തമ്മയും രാവിൽ പറന്നെത്തുന്ന വവ്വാലും കാണാതെ വരാനാണ് അണ്ണാറക്കണ്ണനോട് പറഞ്ഞത്. ആരും കാണാതെ ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ചു വച്ച ചെങ്കതളിപ്പഴം നീ വന്നാൽ നിനക്ക് ഞാൻ തരാം. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ? എങ്കിൽ രംഗൻ്റെയും കുങ്കിയുടെയും കൂടുതൽ വിശേഷങ്ങളുമായി ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വരാം.